സംസ്ഥാനത്തെ ഹോമിയോ മെഡിക്കൽ കോളേജുകളിലെ PG പ്രവേശനം അനിശ്ചിതത്വത്തിലായിരിക്കുന്നു. ഈ വിഷയമാണ് ബ്രേക്കിംഗ് ന്യൂസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡോക്ടർ ജോബി ജോണിലേക്ക് തന്നെ തിരികെ പോകുന്നു. ഡോക്ടർ ജോബി ജോൺ, 5 ഹോമിയോ മെഡിക്കൽ കോളേജിൽ അതിൽ 2 മെഡിക്കൽ കോളേജ് സർക്കാർ മേഖലയിലുള്ളതാണ്, PG സീറ്റുകളുള്ളത്. ഇപ്പോൾ പറയുന്ന കാര്യം ഗൈഡുകളുടെ എണ്ണക്കുറവ് തന്നെയാണ്. എന്താണ് ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥ? കാരണം ഓരോ PG ആണെങ്കിൽ 3 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ 3 ഡിപ്പാർട്ട്മെന്റിൽ കൂടെ എത്ര അധ്യാപകരുടെ ആവശ്യകത വേണ്ടി വരുന്നു? ഇതിനകത്ത് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടോ? PG പ്രവേശനം കൃത്യമായി നടത്തുവാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 31 മുമ്പ് അത് നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലുള്ള അധ്യാപകരുടെ പ്രൊമോഷൻ നടപടികൾ പൂർത്തിയാക്കാൻ മാത്രം മതി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ PG പ്രവേശനം നടത്താൻ സാധിക്കും. എന്നാൽ ഡിസംബർ 31 മുമ്പ് ഈ 34 അധ്യാപക തസ്തികകൾ 2 കോളേജുകളിലുമായി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് പരിഹരിച്ചില്ലെങ്കിൽ 2 കോളേജിന്റെ അംഗീകാരം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ മുന്നിലുണ്ട്. അപ്പൊ അത് കൂടി നമ്മൾ കൃത്യമായിട്ട് അത് കണക്കിലെടുക്കുകയും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വർഷം പ്രവേശനം നടത്തിയിട്ടില്ല, പ്രവേശന പരീക്ഷ പോലും നടത്തിയിട്ടില്ല. ഇക്കുറിയും ഈ രീതിയിൽ പോവുക സർക്കാരിന്റെ തന്നെ അനുമതി, കേന്ദ്ര മന്ത്രാലയത്തിന്റെ തന്നെ അനുമതി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, PG കോഴ്സുകൾ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം. ഇവിടെ ക്വാളിഫൈ ഈ പ്രവേശന പരീക്ഷയൊക്കെ പാസ്സായി പ്രവേശന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ ഭാവിയാണ് ഇല്ലാതാകാൻ പോകുന്നത്. അധികാരികൾ അവർ ചെയ്യുന്ന യഥാസമയം ചെയ്യുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ? ഇവിടെ അധ്യാപക നിയമനം നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോ ഡിസംബർ 31 മുമ്പ് ഈ ഒഴിഞ്ഞു കിടക്കുന്ന 34 തസ്തികകൾ ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ PG കോഴ്സ് മാത്രമല്ല BHMS കോഴ്സ് ഉൾപ്പെടെയുള്ള 2 കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇവിടെ ഒരു സിൻസിയർ എഫേർട്ട് നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ആദ്യം PG കോഴ്സുകളുടെ അഡ്മിഷൻ നടത്തുകയും അതിനുശേഷം കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ അനിലകുമാരി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. കുമാരി, PG പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇല്ലാതാകാൻ പോകുന്നത്. കാരണം അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അവർ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടി അഡ്മിഷന് വേണ്ടിയാണ്. അധ്യാപക നികത്തിയാൽ മാത്രം മതി, അല്ലെങ്കിൽ ആ അധ്യാപക തസ്തിക നികത്തുന്നതിന് വേണ്ടി പുതിയ നിലവിലെ അധ്യാപകർക്ക് പ്രൊമോഷൻ നൽകിയാൽ മതി. അങ്ങനെയാണോ കാര്യങ്ങൾ? ഡോക്ടർ അനിലകുമാരിയുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാർ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് ഡോക്ടർ ജോബി ജോണിലേക്ക് തന്നെ പോകുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ PGയിലുമായി ബന്ധപ്പെടുമ്പോൾ ഇത് അധ്യാപകരുടെ പ്രൊമോഷൻ മാത്രം മതി ഈ വർഷം പ്രവേശനം നടത്തി മുന്നോട്ട് പോകാൻ, ഇല്ലെങ്കിൽ അതും നടത്താത്തൊരു സാഹചര്യം ഒക്ടോബർ 31 വരെ അത് പറ്റാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ കുട്ടികളുടെ ഭാവി PG എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും, അല്ലേ? അതെ 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 ഇവിടെ സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി അംഗീകരിച്ച 84 സീറ്റുകളിൽ PG നടത്താനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള 2 കോളേജുകളാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതുപോട്ടെ, ആകെ 36 സീറ്റുകളിലാണ് ഇപ്പോൾ PG നടക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ 2 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് ഹോമിയോപ്പതി രംഗത്തുള്ള മൊത്തം ഹോമിയോപ്പതി ഡോക്ടർമാരോടുള്ള ഒരു അവഹേളനമായിട്ട് ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷന് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ 250ഓളം BHMS ബിരുദധാരികൾ 4.5 വർഷം നമുക്ക് 5 ഹോമിയോ മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത്. അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. അവരെല്ലാവരും നമ്മുടെ അന്യസംസ്ഥാന കോളേജുകളിൽ പോയി ബിരുദാനന്തര ബിരുദം എടുക്കേണ്ട ഗതികേടാണ്. അവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അന്യസംസ്ഥാനത്ത് പോയി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പഠിക്കേണ്ട ഒരു സാഹചര്യം. ഇവിടെ ഇത്രയും അധികം മാർക്ക് വാങ്ങി പ്രവേശന പരീക്ഷയിലൂടെ വിജയിച്ച റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരുടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. വീണ്ടും ഡോക്ടർ അനിലകുമാരി ടെലിഫോൺ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഇവിടുത്തെ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. 35 വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രവേശന പരീക്ഷയിൽ ഇരിക്കുന്നു. പ്രവേശനത്തിന് അവർക്ക് മറ്റൊരു വഴിയുമില്ല. എന്താ ഒരു സാഹചര്യം?
ഹലോ, ഡോക്ടർ പറഞ്ഞോളൂ. അത് അനിശ്ചിതത്വത്തിലല്ല, ഒക്ടോബർ 25-ന് സെലക്ഷൻ നടത്താനായിട്ട് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഗവൺമെന്റിലേക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ കമ്മിറ്റി നടപടികൾ 31-ന് പൂർത്തീകരിക്കാൻ സാധിക്കുമോ? സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 25-ന് അഡ്മിഷൻ നടക്കും. അഡ്മിഷൻ കൃത്യമായി നടക്കും എന്നുള്ളത് തന്നെയാണ്. ഒക്ടോബർ സെലക്ഷൻ കമ്മിറ്റി നടപടികൾ പറയാനായിട്ട് നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഡോക്ടർ, ഞാൻ ഒരു മിനിറ്റ്, ഞാനത് നിർത്താം. ഡോക്ടർ, ടിവിയുടെ വോളിയം കുറച്ച്. മാസത്തിൽ തന്നെ 31-ന് 25-ന് അഡ്മിഷൻ നടത്തുവാനായിട്ട് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ഗവൺമെന്റിലേക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമോ? ഇതിന്റെ അടിസ്ഥാനത്തിൽ സെലക്ഷൻ കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ മാസം 31-നകം തന്നെ, അല്ലെങ്കിൽ അവസാന കട്ട് ഓഫ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമോ? സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമോ? ഒക്ടോബർ 25-ന് അഡ്മിഷൻ നടത്തുവാനായിട്ട് സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കാനായിട്ട് ഗവൺമെന്റിലേക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട്. പൂർത്തീകരിക്കാനും കൂടെ സാധിക്കുമോ? ഒക്ടോബർ 31-നുള്ളിൽ തന്നെ പ്രവേശനം പൂർത്തീകരിക്കും. ഗൈഡ് ഇല്ലാത്ത ഒരു പ്രശ്നം ഏതെങ്കിലും കോളേജുകൾ നിലനിൽക്കുന്നുണ്ടോ? ഇല്ലാത്തതിന്റെ പ്രശ്നം നിലനിൽക്കുന്നോ? അതായത് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയുടെ 2012-ലെ റെഗുലേഷൻ പ്രകാരം പഠിക്കുന്ന കോളേജിലുള്ള അധ്യാപകർ തന്നെ ഗൈഡാകാൻ പാടുള്ളൂ. അതിൽ പ്രൊഫസർക്ക് 3 സ്റ്റുഡന്റിനെയും, റീഡർക്ക് 2 സ്റ്റുഡന്റിനെയും, ലെക്ചർക്ക് 1 സ്റ്റുഡന്റിനെയും ഗൈഡായി എടുക്കാം. അതും ലെക്ചറർ 8 years ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം. ഇത് പ്രകാരം യൂണിവേഴ്സിറ്റിക്ക് ഹോമിയോപ്പതിയുടെ ഫാക്കൽറ്റി ഡീൻ നൽകുന്ന ലിസ്റ്റ് പ്രകാരം യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ CCS-ന് അയച്ച് CCS അപ്രൂവ് ചെയ്ത് നൽകുന്ന പാനൽ പ്രകാരമാണ് ഗൈഡിന് ലഭ്യമാകുന്നത്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള അധ്യാപകര് 8 കൊല്ലം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവര് 1-2 പേരുള്ളത് അത് ഗൈഡ് ലിസ്റ്റിൽ അപ്രൂവ് ചെയ്ത് വന്നിട്ടില്ല. കൂടാതെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ നടക്കാത്തത് ഇതേ പ്രശ്നം വെച്ചാണെങ്കിലും കഴിഞ്ഞ വർഷത്തെ നിലവിൽ നിന്ന പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ നൽകിയ പ്രോസ്പെക്ടസിൽ അവൈലബിലിറ്റി ഓഫ് ദ സീറ്റ്സിൽ ഓൾറെഡി നോട്ട് എഴുതിയിട്ടുണ്ട്. The seats are subject to the final approval of CCH and the Department of Ayush. As per the latest PG regulation. ഡോക്ടർ അനിലകുമാരി, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, ദയവായി ക്ഷമിക്കുക. പോലെ ഈ മാസം 25-ന് പ്രവേശന നടപടികൾ ആരംഭിക്കുമെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഒഴിവാക്കപ്പെടും. നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയത്തിലെ 35 വിദ്യാർത്ഥികൾക്ക് ഇക്കുറി PG പ്രവേശനവും ലഭിക്കും എന്ന് നമുക്ക് മുഖവില നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കും. ജോബി ജോൺ പെട്ടെന്ന് പോയിട്ട് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ഡോക്ടർ ജോബി ജോൺ, ഡോക്ടർ 20 സെലക്ഷൻ കമ്മിറ്റി അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കും. 31-നകം തന്നെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ വാക്കുകളെടുത്താൽ 35 പേരുടെ പ്രവേശനം ഇക്കുറി നടക്കും എന്നാണ്. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. തീർച്ചയായും അത് നടക്കട്ടെ. എന്നാലും മാഡം അത് പറഞ്ഞ് പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോ മാഡം പറഞ്ഞു വന്നത് സീറ്റ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്.
പറഞ്ഞു വന്നതാണ് ഡോക്ടർ. നമ്മുടെ സമയപരിമിതി മൂലം അത് ആ ഒരു സാഹചര്യത്തിലാണ് ഇടപെടേണ്ടി വന്നത്. അത് ചർച്ച നമുക്ക് ആ രീതിയിൽ തന്നെ ഒരു പ്രതീക്ഷ തന്നെ വെക്കണം. ഇക്കുറി 35 പേർക്കും പ്രവേശനം കിട്ടും, മെറിറ്റിൽ പ്രവേശനം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഡോക്ടർ ജോബി ജോണും പറഞ്ഞത്. ഈ ഒരു പ്രതീക്ഷ നമുക്ക് പുലർത്താം. കാരണം ഡോക്ടർ അനിലകുമാരി പറഞ്ഞ സർക്കാരിന്റെ ആ ഒരു തീരുമാനമാണ്, ഔദ്യോഗികമായി അറിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു തീരുമാനം. അതിനെയാണ് ഡോക്ടർ ഈ ഒരു ചർച്ചയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലും ഈ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഡോക്ടർമാരായ വിദ്യാർത്ഥികൾക്ക് മുമ്പിലും വെച്ചിരിക്കുന്നത്. ഈ കുറിയെങ്കിലും പ്രവേശന പരീക്ഷയിലൂടെ പ്രവേശനം ലഭിക്കുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന 35 പേർക്ക് പ്രവേശനം ലഭിക്കട്ടെ എന്നുള്ള ഒരു പ്രത്യാശയും കൂടെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വിഷയം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വിഷയവുമായി ബ്രേക്കിംഗ് അടുത്ത ദിവസം കാണാം. നമസ്കാരം.